നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ടാറ്റ നെക്സോൺ എക്സം വേരിയൻ്റ് കാറിൻ്റെ ഹെഡ്ലൈറ്റിലുള്ള അപ്ഗ്രേഡാണ്. അതുകൂടാതെ അതിൻ്റെ ഫോഗ് ലാമ്പിലും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലോ ബീമിൽ വരുന്ന ഒരു പ്രൊജക്ടറാണ്, ഹൈ ബീമിൽ വരുന്ന റിഫ്ലക്ടർ, ഫോഗ് ലാമ്പ് നമ്മൾ അഡീഷണലി ചെയ്തിരിക്കുന്ന റിഫ്ലക്ടർ ഫോഗ് ലാമ്പ്, അതിൽ ഒരു LED പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ലോ ബീമിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു HID, ഹൈ ബീമിൽ LED. ഈ കോമ്പിനേഷനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ലോ ബീമിൽ ഇന്ന് പലരും ചെയ്യുന്നത് ഒരു LED ആണ്. കാരണം ലോ ബീമിൽ എന്ന് ഉദ്ദേശിച്ചത് പ്രൊജക്ടർ ലോ ബീമിൽ പലരും ചെയ്യുന്നത് LEDകളാണ്. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഞാൻ തന്നെ ഇവിടെ പലർക്കും മാറി കൊടുത്തിട്ടുണ്ട്. LED ഇട്ടിട്ട് കറക്റ്റ് വെളിച്ചം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരാതിയായിട്ട് വരുന്ന പലർക്കും മാറ്റി HID ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന കളർ ടെമ്പറേച്ചർ നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വാം കളർ ടെമ്പറേച്ചറുകൾ ഉള്ള ബൾബുകളാണ് റെക്കമെൻഡ് ചെയ്യുക. കാരണം ഒരു 4300, 4200 റേഞ്ചിൽ വരുന്ന കളർ ടെമ്പറേച്ചറാണ് എപ്പോഴും നമ്മുടെ വിസിബിലിറ്റിക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുക. അപ്പോൾ അതാണ് നമ്മളിവിടെ HID ആയിക്കോട്ടെ LED ആയിക്കോട്ടെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതേ കളറുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നതും 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള LED HID കോമ്പിനേഷനുകളാണ്. അപ്പോൾ ലോ ബീമിൽ നമ്മൾ പ്രൊജക്ടറിൽ ഇട്ടിരിക്കുന്ന HID ആണ്, ഹൈ ബീമിൽ ഉപയോഗിക്കുന്നത് LED ആണ്, ഫോഗ് ലാമ്പിൽ അഡീഷണൽ ചെയ്ത ഫോഗ് ലാമ്പിൽ ഉപയോഗിക്കുന്നതും LED ആണ്. അപ്പോൾ ഇത്രയൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് റോഡിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ പെർഫോമൻസ് ചേഞ്ചസ് കൃത്യമായിട്ട് നമ്മളൊരു ലെക്സ് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്ത് കമ്പാരിസണിലൂടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടണോട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നോട്ടിഫിക്കേഷനുകൾ കിട്ടും. അപ്പോൾ അതും ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിന്ന് ഈ വാഹനത്തിൻ്റെ ഒരു ഹെഡ്ലൈറ്റിലുള്ള അപ്ഗ്രേഡ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പിലുമാണ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വാഹനം എൻ്റെ സ്വന്തം വാഹനം തന്നെയാണ്. അപ്പോൾ ഇതിൽ അപ്ഗ്രേഡ് കാര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്തു വെച്ചിരുന്നതാണ്. കുറച്ച് കാലം മുമ്പേ ഞാൻ ചെയ്തതാണ്. പക്ഷേ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീണ്ടും ഒന്നോടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് വരുന്നത് നമ്മുടെ ലോ ബീമിൽ വരുന്ന ഒരു പ്രൊജക്ടറാണ്, ഒരു മോണോ ബീം പ്രൊജക്ടർ. അതുപോലെ ഹൈ ബീം വരുന്നത് ഒരു റിഫ്ലക്ടറാണ്. അവിടെ നമ്മൾ LED ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ പഴയ പോലെ തന്നെ ആക്കിയിട്ട് നമ്മൾ മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് ചേഞ്ചസ് കാണിച്ചു തരുന്നത്. ആദ്യമേ നമ്മളിതിൻ്റെ വൺ സൈഡിലുള്ള കപ്ലർ ഊരി മാറ്റി വയ്ക്കുന്നത്. കാരണം നമുക്ക് വൺ സൈഡിലുള്ള പെർഫോമൻസ് ചേഞ്ച് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ലൈറ്റ് കത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ലൈറ്റ് മാത്രം ഇപ്പോൾ കത്തിയിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 55 വാട്ട് ഹാലജൻ ബൾബാണ്. ആ ഹാലജൻ ബൾബ് നമ്മുടെ പ്രൊജക്ടറിൽ ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ലോ ബീം, മോണോ ബീം പ്രൊജക്ടറിൽ നിന്ന് ലോ ബീമിൽ കിട്ടുന്ന ഹാലജൻ ബൾബ്, 55 വാട്ട് ഹാലജൻ ബൾബിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ അതിനെ നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 600 ലക്സസ് ആണ്. ഇത് നമ്മളൊരു സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാളും വാഹനവും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 12 ഫീറ്റാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു 610 അല്ലെങ്കിൽ 600 ലക്സസ് ഔട്ട്പുട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്യാപ്പാണ് വരുന്നത്. ഈ ഒരു ക്യാപ്പ് ഊരി മാറ്റിയാലാണ് നമുക്ക് അതിൻ്റെ ബൾബ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഊരി കിട്ടുന്ന ബൾബ് എന്ന് പറയുന്നത് ഒരു H7 55 വാട്ട് ഹാലജൻ ബൾബാണ് ഈ വാഹനത്തിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആ ഹാലജൻ ബൾബ് ഇരുന്ന സ്ഥലത്ത് ഒരു സെയിം വാട്ടേജ്, അതായത് 55 വാട്ട് തന്നെയുള്ള ഒരു HID ബൾബ് ആണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് കപ്ലർ ടു കപ്ലർ കണക്ഷൻ തന്നെയാണ് വരുന്നത്. ഇത് നമ്മുടെ ആ ഒരു പിൻ ടൈപ്പ് ഹോൾഡറിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത് സപ്ലൈ കിട്ടും. അതുപോലെ അതിൻ്റെ അകത്ത് എക്സ്ട്രാ വരുന്നത് ഒരു ബാലസ്റ്റ് യൂണിറ്റ്, അതായത് ഹെഡ്ലൈറ്റിൻ്റെ പുറത്ത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ടൊരു ബാലസ്റ്റ് യൂണിറ്റ് ആണ് വരുന്നത്. ആ ഒരു മെറ്റലിൻ്റെ ബോക്സ് നമുക്ക് കാണാം പുറകിലായിട്ട്. ആ ഒരു ചെറിയൊരു യൂണിറ്റ് നമ്മൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പുറത്താണ് വയ്ക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നത് ഈ ബൾബ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഹോൾ ഉണ്ടാക്കണം, അതിൽ കൂടെ വെള്ളം കയറും, പൊടി കയറും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ HID കിറ്റിൻ്റെ അകത്ത് ഓൾറെഡി ഒരു റബ്ബർ വാഷർ വരുന്നുണ്ട്. നമ്മളവിടെ ഒരു ഹോൾ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ വയറുകൾ പുറത്തേക്ക് വരാനുണ്ട്. ഹെഡ്ലൈറ്റ് യൂണിറ്റിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ബാലസ്റ്റ് പുറത്താണ് വയ്ക്കുന്നത്. അപ്പോൾ ആ ബാലസ്റ്റ് യൂണിറ്റിലേക്ക് സപ്ലൈ പോകണം. അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മുടെ ബൾബിലേക്ക് വരാനായിട്ട് 4 വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വയറിനെ കടത്തി വിടാനായിട്ടൊരു റബ്ബറിൻ്റെ വാഷർ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ വാഷർ നമ്മളൊരു കറക്റ്റ് ഹോൾ ഉണ്ടാക്കി അവിടെയാണ് ഈ വാഷർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൂടെ പൊടിയോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ഹെഡ്ലൈറ്റിൻ്റെ അകത്തേക്ക് പോവില്ല. അങ്ങനെ ഒരു ഹോളായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പൊടി കയറാനും ഹെഡ്ലൈറ്റ് ഫെയ്ഡ് ആവാനും അതുപോലെ വെള്ളമൊക്കെ അകത്തേക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ അതെല്ലാം ഒഴിവാക്കിയിട്ട് ആ കറക്റ്റ് വാഷർ ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ബൾബ് ഇവിടെ ആഡ് ചെയ്തു. ഒരു 55 വാട്ട് HID ബൾബ് ലോ ബീമിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ലൈറ്റിൻ്റെ പാറ്റേൺ ആണ്, അതായത് നമ്മുടെ ഹാലജൻ ബൾബിൽ കണ്ട ഏകദേശം അതേ പാറ്റേൺ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേകതരം ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കുറച്ചുകൂടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചതും. ആ പാറ്റേണിൽ ഡിഫറൻസ് വരാതെ തന്നെ, ഹൈറ്റിലോ വേരിയേഷനോ ഇതിലൊന്നും വേരിയേഷൻ വരാതെ തന്നെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വന്നേക്കുന്ന കൂടുതൽ, അതാണ് നമ്മളിവിടെ ആവശ്യമുള്ളത്.
അപ്പോൾ ഇനി അത് നമുക്ക് നോക്കാനുള്ളത് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമുക്കിവിടെ കിട്ടിയിരുന്നത് ഒരു 600 ലെക്സസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ വരുന്നത് ഒരു 2100 ലെക്സസിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നമ്മുടെ ലോ ബീമിൽ നമുക്ക് വന്നിരിക്കുന്ന ചേഞ്ച്. അതായത് 55 വാട്ട് ഹാലജനിൽ നിന്ന് 55 വാട്ട് HIDയിലേക്ക് വരുമ്പോൾ കിട്ടിയിരിക്കുന്ന ചേഞ്ചാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അതായത് 600 എന്നുള്ളത് 2000ലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാനുള്ളതിൻ്റെ ഹൈ ബീമാണ്. ഹൈ ബീമിലൂടെ കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു ഹാലജൻ ബൾബ് തന്നെയാണ്. 55 വാട്ട് H7 ഹാലജൻ ബൾബ് തന്നെയാണ് ഇതിൻ്റെ ഹൈ ബീമിലും കമ്പനി കൊടുത്തിരിക്കുന്നത്. രണ്ടിലും ലോയിലും ഹൈയിലും ഒരേ ബൾബ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ലൈറ്റിൻ്റെ ഔട്ട്പുട്ടിൽ വേരിയേഷൻ ഉണ്ട്. കാരണം ഹൈ ബീം എന്ന് പറയുന്ന ഒരു ലോക്കൽ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇൻറ്റൻസിറ്റിയിൽ കൂടുതലുണ്ടാവും. കാരണം അത് ദൂരേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലോ ബീം പക്ഷേ സെയിം ബൾബ് തന്നെ സ്പ്രെഡ് കൂടിയതായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബൾബ് മാത്രമാണ് കത്തിച്ചിട്ടുള്ളൂ, 1 പോയിൻറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുന്നു. ലെക്സ് മീറ്റർ വെച്ച് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 1700 1800 ലെക്സസ് ഒക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതേ സെയിം ബൾബിൽ തന്നെ നമുക്ക് ആദ്യം കിട്ടിയിരുന്നത് 600 ലെക്സസ് ആയിരുന്നു സെയിം ഡിസ്റ്റൻസിൽ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു 1800 ഉണ്ട്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഒരു ഹൈ ബീം ആയതുകൊണ്ട് തന്നെ ഒരു ലോക്കൽ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്താണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മളിവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 55 വാട്ട് LED ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ അകത്ത് 55 വാട്ട് ഹാലജൻ ബൾബാണ് വരുന്നത്. H7 ഹാലജൻ ബൾബാണ് ഈ വാഹനത്തിൽ വരുന്നത്. രണ്ടിലും ഹാലജൻ ബൾബ് തന്നെയാണ്. അപ്പോൾ അത് നമ്മളിവിടെ നിന്ന് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവിടെ ഒരു LED പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതും 55 വാട്ട് ബൾബ് തന്നെയാണ്, LED ബൾബ് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെയും പ്രത്യേകിച്ച് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു ഹോൾഡറിലേക്ക് ഇതിൻ്റെ കപ്ലർ പിൻ ചെയ്ത് വെക്കുന്നു, ദാറ്റ്സ് ഓൾ. അത്രയും മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വയർ കട്ടിങ്ങോ അതുപോലെ തന്നെ വാറണ്ടി ഇഷ്യൂസോ ഒന്നും തന്നെ ഇവിടെയും വരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമേ അതിൻ്റെ ഒരു ഹോൾഡർ ആദ്യം ഫിക്സ് ചെയ്യുക. അതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ബൾബ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫാനാണ് വരുന്നത്. അതെല്ലാം ഈ ക്യാപ്പിൻ്റെ അകത്ത് തന്നെ സേഫായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന LED ബൾബിൻ്റെ ആണെങ്കിലും കളർ ടെമ്പറേച്ചർ വാം വൈറ്റ് ആണ്. അതായത് പ്യുവർ വൈറ്റ് നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. എപ്പോഴും വാം വൈറ്റ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. കാരണം നമുക്കൊരു മഴയത്തോ അല്ലെങ്കിൽ മഞ്ഞത്തോ ഒക്കെ പോകുമ്പോൾ നമുക്ക് വിസിബിലിറ്റി നന്നായിട്ട് കിട്ടുന്നത് കുറച്ച് മഞ്ഞ ലൈറ്റുകളാണ്. ചെറിയ മഞ്ഞപ്പുള്ളതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന LED സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ LEDകളും 6000 കെൽവിനാണ് വരുന്നത്. 6000 അല്ലെങ്കിൽ 6500 റേഞ്ചിലേക്കാണ് വരുന്നത്. അതെല്ലാം നല്ല പ്യുവർ വൈറ്റ് ആണ്. ഇത് എതിരെ വരുന്നവരെ ഉപദ്രവിക്കാനായിട്ട് നന്നായിട്ട് ഉപകാരപ്പെടുന്നതാണ് പ്യുവർ വൈറ്റുകൾ. നമുക്ക് റോഡിൽ സ്വന്തം ഉപയോഗത്തിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് റോഡ് കാണാം. ഇതാണ് ഒരു കറക്റ്റ് അപ്ഗ്രേഡിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ലോ ബീമിലും ഹൈ ബീമിലും ഉപയോഗിക്കുന്നത് സെയിം കളർ ടെമ്പറേച്ചർ തന്നെ, അതായത് 4300 കെൽവിൻ കളർ ടെമ്പറേച്ചർ, കുറച്ച് വാം ആയിട്ടുള്ള കളർ ടെമ്പറേച്ചറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത് ഒരു വൈറ്റ് പോലെയൊക്കെ ഫീൽ ചെയ്യുമെങ്കിൽ പോലും നമുക്കത് റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അത് ചെറിയ യെല്ലോ ഷെയ്ഡ് ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അത് നോക്കുമ്പോൾ ഒരു ചെറിയ വൈറ്റ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ചെറിയ യെല്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വീഡിയോയിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് ചെറിയൊരു വാം വൈറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു 1800 ലെക്സസ് ആയിരുന്നു. അതൊരു 5200 ലെക്സസിലേക്കായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ HIDയുടെ കവറിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു ക്യാപ്പ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. വളരെ സേഫായിട്ട് അവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ സീൽ ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ പുറത്തുള്ള ബാലസ്റ്റ് യൂണിറ്റ് ആണെങ്കിലും നമ്മളിവിടെ സൈഡിൽ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം കേബിൾ ടേ അടിച്ച് വളരെ ഭംഗിയായിട്ട് സേഫായിട്ട് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ താഴെയുള്ള ഫോഗ് ലാമ്പിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ ആണെങ്കിൽ നമുക്ക് ബിഫോർ ഒരു മെഷർമെൻറ്റ് എടുക്കാനായിട്ട് നമ്മുടെ വണ്ടിയിൽ ഫോഗ് ലാമ്പ് ഉണ്ടായില്ല. അപ്പോൾ പുതിയൊരു ഫോഗ് ലാമ്പ് ഇട്ടതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഈ നൈറ്റ് ഡ്രൈവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വാഹനം രാത്രിയിലൊന്ന് ഓടിച്ചു നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമേ നമുക്കിവിടെ ഇപ്പോൾ ഓണായിരിക്കുന്നത് ഫോഗ് ലാമ്പ് മാത്രമാണ്. നമ്മൾ റോഡിൽ അത്രയും ഒരു കവറേജിൽ വെളിച്ചം കിട്ടുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോഗ് ലാമ്പാണ്. ഈ ഒരു സ്പ്രെഡും അതുപോലെ ഈ ഒരു ത്രോയുമാണ് നമ്മുടെ ഫോഗ് ലാമ്പിന് കിട്ടുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ നെക്സോണിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ പൊസിഷൻ ഒരു അത്യാവശ്യം ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഹൈ ബീമാണ്. ഇപ്പോൾ ഒരു ജസ്റ്റ് ഫ്ലാഷ് ചെയ്ത് ഹൈ ബീമാണ്. അപ്പോൾ ഇത്രയും ഉയരത്തിലിരിക്കുന്ന ഫോഗ് ലാമ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ത്രോ നമുക്ക് ഫോഗ് ലാമ്പിൽ കിട്ടും. അത്യാവശ്യം റോഡിൽ വാഹനം ഉപയോഗിക്കാനായിട്ട് ഈ ഫോഗ് ലാമ്പ് ധാരാളമാണ്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പല സാഹചര്യങ്ങളിലും ഫോഗ് ലാമ്പാണ് ഉപയോഗിക്കാറുള്ളൂ. ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ മാത്രം മറ്റേ ലോ ബീം ഉപയോഗിക്കാറുണ്ട്.
അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഡ്രൈവാണ്. ഈ വാഹനം പതുക്കെ നമുക്കൊന്ന് മൂവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് നോക്കാം ഏത് രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റിൽ വരുന്ന ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഫ്രണ്ടിലേക്കുള്ളൊരു ത്രോ കിട്ടുന്നത്. ഇപ്പോഴും ഫോഗ് ലാമ്പ് മാത്രമാണ് വാഹനത്തിന് ഓൺ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഒന്ന് ഹൈ ബീം ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോഗ് ലാമ്പിൽ ഞാൻ ആദ്യമേ പറഞ്ഞോണം എത്ര ഭംഗിയായിട്ട് നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒന്ന് മനസ്സിലാവുന്നുണ്ടാവും. അതിൻ്റെ ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വൈറ്റ്നസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇത്രയും വൈറ്റ്നസ് ഇല്ല. കുറച്ചുകൂടെ വാമായിട്ടുള്ളൊരു കളറാണ് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം റോഡിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള ലൈറ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ സിങ്കായിട്ട് ഏകദേശം ഒരു ചെറിയ വാം ലൈറ്റിൻ്റെ ഒരു ഫീലാണ് റോഡിൽ കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ലോ ബീം ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് കാണാം റോഡിൽ വരുന്ന പെർഫോമൻസ് ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലോ ബീം ഓൺ ആയി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ആ ലോ ബീം നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ മേലോട്ട് കവർ ചെയ്ത് കുറച്ചുകൂടെ ദൂരം ട്രാവൽ ചെയ്യുന്നതായിട്ടും ആ ലൈറ്റ് കുറച്ചുകൂടെ ഒരു ഷാർപ്പായിട്ട് റോഡിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ടിൻ്റെയും കളർ ടെമ്പറേച്ചർ ഏകദേശം സെയിം തന്നെയാണ്. കാരണം 4300 കെൽവിനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫോഗ് ലാമ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ലോ ബീമിൽ ഇട്ടിരിക്കുന്ന HIDയുടെയും സെയിം കളർ ടെമ്പറേച്ചർ തന്നെയാണ് 4300, അതായത് വാം വൈറ്റ്. അപ്പോൾ ഇത് കുറച്ച് മഴയുള്ള സമയത്താണെങ്കിലും മഞ്ഞുള്ള സമയത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് നമുക്ക് ഈ വാഹനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 3 ട്രിപ്പ് പോയപ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ റോഡിൽ കോടമഞ്ഞുണ്ടായിരുന്നു. ആ സമയത്ത് മിക്കവാറും വാഹനങ്ങളൊക്കെ സൈഡിൽ ഒതുക്കിയപ്പോഴും എനിക്ക് ഒരു വലിയ സ്പീഡിലൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കംഫർട്ടബിളായിട്ട് വാഹനം ഓടിച്ചുകൊണ്ട് വരാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ഫോഗിലുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. മഴയത്ത് മിക്കപ്പോഴും തന്നെ ഓടിക്കുന്നതാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. എനിക്ക് വളരെ സേഫായിട്ട് വളരെ അത്യാവശ്യം സ്പീഡിലും വാഹനം ഡ്രൈവ് ചെയ്ത് പോരാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു പെർഫോമൻസിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ കളർ ടെമ്പറേച്ചറും അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഹൈ ബീം ഒന്നും പറയാനില്ല. ഒരെണ്ണം ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ട്. കാരണം ഹൈ ബീം ഇട്ട് വരുന്നവർക്ക് ഒന്നാ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാവുന്ന ആളുകളാണെങ്കിൽ ഡിം ചെയ്ത് തരും. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഇങ്ങോട്ട് തരുമ്പോൾ തിരിച്ചൊന്നും അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ ഒരു കാര്യത്തിന് മാത്രമാണ് നമുക്ക് ഹൈ ബീം ഉപയോഗപ്പെടുന്നുള്ളൂ. ഹൈ ബീം ഇട്ട് ഓടിക്കാൻ പ്രത്യേകിച്ച് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും അതിനുള്ള സാഹചര്യമില്ല. ഇതുപോലെ വളരെ റെയറായിട്ടൊന്ന് ഹൈ ബീം നമ്മൾ ഇട്ട് നോക്കാമെന്നല്ലാതെ ഞാൻ പോകുന്ന വഴിയിലാണെങ്കിലും വലിയ ട്രാഫിക് ബ്ലോക്കുകളാണ് ഉള്ളത്. അപ്പോൾ കാരണം നമുക്ക് ഹൈ ബീം ഇടാനില്ല, ബമ്പർ ടു ബമ്പറാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ലൈറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല. എങ്കിൽ കൂടി നമ്മൾ വളരെ പരിചയമില്ലാത്തൊരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആണ് ഈ പറയുന്ന ഹെഡ്ലൈറ്റിൻ്റെ ആവശ്യം തന്നെ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ലൈറ്റ് നല്ല രീതിയിൽ നമുക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹൈ ബീമിൻ്റെ ത്രോ. നല്ല വെളിച്ചം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വെളിച്ചം തന്നെയാണ് നമുക്ക് വാഹനത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എതിരെ എപ്പോഴും വാഹനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ഹൈ ബീം ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എന്തായാലും ചെയ്ത വർക്കുകളെല്ലാം വളരെ ഹാപ്പി ആയിട്ടുണ്ട്. സാധാരണ നമ്മളൊരു ഡ്രൈവ് മാത്രമേ കിട്ടാറുള്ളൂ. ഞാൻ ഈ വാഹനം കുറച്ച് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരുമാതിരി എല്ലാ ടെറൈനിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിൻ്റെ റിസൾട്ടിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാത്തിലും ഞാൻ പറഞ്ഞു, ഫോഗ് ലാമ്പിലായിക്കോട്ടെ, ഹൈ ബീമിലായിക്കോട്ടെ, ലോ ബീമിലായിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ കളർ ടെമ്പറേച്ചർ ഉപയോഗിച്ചിരിക്കുന്നത് 4300 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു മിസ്മാച്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ 3 ലൈറ്റുകളും ഏകദേശം ഒരേപോലെ തന്നെ എല്ലാം സിങ്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വാട്ടേജ് ആണെന്നുണ്ടെങ്കിലും 3 55 വാട്ട് തന്നെയാണ്. നമ്മുടെ ഫോഗ് ലാമ്പിലും ലോ ബീമിലും ഹൈ ബീമിലും വാട്ടേജ് കൺസപ്ഷൻ, അതായത് കറണ്ട് കൺസപ്ഷൻ, വാഹനത്തിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 55 വാട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യുന്നില്ല. പക്ഷേ ഈ HID ബൾബിൻ്റെ കാര്യത്തിൽ ഇതിന് ഓൺ ആവുന്ന സമയത്ത് ഒരു വാമിംഗ് അപ്പ് ടൈമിംഗ് ഉണ്ട്, വാമിംഗ് അപ്പ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് എൻ്റെ അറിവിൽ ആ സമയത്ത് കുറച്ച് കറണ്ട് കൺസപ്ഷൻ കൂടുതലുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇത് സ്റ്റഡി ആയി കഴിഞ്ഞാൽ ആ ഒരു നോർമൽ കൺസപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. 55 വാട്ട് ആണെങ്കിൽ 55 വാട്ട് മാത്രമാണ് ഇതിൽ നിന്ന് ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കൂടുതൽ കറണ്ട് ഒരുപാട് കൺസ്യൂം ചെയ്യുന്നു വരുന്നില്ല. അതുപോലെ ഇനിഷ്യൽ ഓൺ ആവാനായിട്ടുള്ള ചെറിയൊരു ഡിലേ ഉണ്ടാവും. അത് പക്ഷേ നമ്മൾ ഡ്രൈവിങ്ങിൽ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. പ്രത്യേകിച്ചും അതിൻ്റെ അകത്തൊരു മോണോബീം പ്രൊജക്ടറാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് ഹൈ ബീം സെപ്പറേറ്റ് വരുന്നുണ്ട്. ഒരു ഫ്ലാഷ് ചെയ്യുന്ന സമയത്തൊക്കെ സെപ്പറേറ്റ് ഫ്ലാഷാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും വളരെ കംഫർട്ടബിളായിട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ വർക്ക് തന്നെ നമ്മൾ അതുപോലെ നെക്സോണിൻ്റെ വാഹനങ്ങളിലും ചെയ്യാറുണ്ട്. പല വാഹനങ്ങളിലും ചെയ്തു പോയിട്ടുണ്ട്. എല്ലാവരും തന്നെ വളരെ നല്ല ഹാപ്പി ആയിട്ട് ആണ് പോകാറുള്ളത്. അതുപോലെ തന്നെ റിസൾട്ട് പലരും വിളിച്ച് പറയാറുമുണ്ട്. പല ഡ്രൈവിന് പോയതിന് ശേഷമൊക്കെ പലരും വിളിച്ച് അതിൻ്റെ വിശേഷങ്ങൾ പറയാറുമുണ്ട്. അപ്പോൾ ഇനിയാണെങ്കിലും ആരെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വർക്കുകൾ ഒക്കെ ചെയ്തു പോകാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ പുതിയൊരു വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.